ജയിച്ചോ സോണിച്ചാ? ജയിച്ചില്ലല്ലേ? അപ്പൊ അതിഭയങ്കരമായ ഒരു മത്സരം നടക്കുമ്പോൾ എല്ലാവർക്കും ജയിക്കാൻ പറ്റത്തില്ല. അല്ലെ, എനിക്ക് ആകെ ഓരോ ഓട്ടം ഞാൻ കിട്ടിയല്ല എനിക്ക് കിട്ടിയത് വരും. അപ്പൊ ആ ഒരു വോട്ട് തന്ന വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഒരു വോട്ട് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തു ആദ്യം വിളിച്ചു പറഞ്ഞ ആൾ കളിപ്പിക്കാൻ പറഞ്ഞാണെന്നുള്ളൊരു തോന്നലാണ് വന്നത്. പരിചയം വെച്ച് തന്നെ കിട്ടുവാണെങ്കിൽ ഏകദേശം ഒരു നല്ലൊരു രീതിയിൽ 100 വോട്ടെങ്കിലും പിടിക്കാം. ഇനി മത്സരത്തിനെ കുറിച്ച് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും. നന്നായിട്ട് ആലോചിക്കണം. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒന്നും ഞെട്ടി. തനിക്ക് ഏറെ പരിചയമുള്ള ആളുകൾ താമസിക്കുന്ന വാർഡിൽ ആകെ ലഭിച്ചത് 1 വോട്ട് മാത്രം. പത്തനംതിട്ട ആനപ്പാറയിൽ സോണി മാക്സ് എന്ന മൊബൈൽ കട നടത്തുന്ന സോണി സാമുവലിനാണ് 1 വോട്ട് മാത്രം ലഭിച്ചത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ 24-ാം വാർഡായ ചുരുളിക്കോട് മൊബൈൽ ചിഹ്നത്തിൽ ആണ് അദ്ദേഹം മത്സരിച്ചത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ 1 വോട്ട് മാത്രമാണ് ലഭിച്ചതെങ്കിലും ഇതിനോടകം തന്നെ അദ്ദേഹം വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. സോണി സാമുവലാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഒരു വോട്ടിന് തോറ്റുപോയ ഒത്തിരി പേര് വിഷമിച്ചിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ. കാരണം ജനങ്ങൾ അതിഭയങ്കരമായൊരു മത്സരം നടക്കുമ്പോൾ എല്ലാവർക്കും ജയിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഓരോ വോട്ടിന് തോറ്റു പോയിട്ട് വീട്ടിൽ നിരാശരായി ഇനി 5 വർഷം കാത്തിരിക്കണോ, 5 വർഷം കഴിഞ്ഞാലും പിന്നെയും വനിതകൾ വരുമ്പോൾ ആ ജീവിതത്തിൻ്റെ സാധ്യതകൾ മങ്ങുന്ന ഓരോ കാലഘട്ടവും. അപ്പം നമുക്ക് കിട്ടിയ ആ ഒരു വിധി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ചിലപ്പോൾ നമ്മളെ വിധി അക്സെപ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ ഓരോ വോട്ടിൽ ചിലപ്പോൾ ജയിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ വണ്ടി ഇടിച്ച് ചാവും. അപ്പോൾ ആ വിധി, അപ്പോൾ തോറ്റ വിധി അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ആ ഒരു വിധി അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ഇത് നല്ലതിനാണെന്നുള്ളൊരു മെസ്സേജ് നമ്മൾ പടുത്തുകൊടുക്കണം. എന്നിട്ട് നമുക്ക് വിജയിക്കാൻ കഴിയുന്ന മേഖലകളിൽ നമ്മൾ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ രാഷ്ട്രീയത്തിൽ നല്ല മറ്റു മേഖലകളിലും നല്ല മെച്ചം ഉണ്ടാകും. രാഷ്ട്രീയത്തിൽ നിന്ന് ഉള്ള നേട്ടങ്ങളെന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഒരു 10% നേട്ടങ്ങൾ കൊയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഇപ്പോൾ അത്ര ഹാർഡ് വർക്ക് ചിലപ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ആരും ചെയ്യുന്നില്ല. അത് സ്വന്തം ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ വൻ സക്സസ് നേടാൻ പറ്റും. കാരണം രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അമാനുഷികമായ കഴിവുള്ളവരാണ്. അപ്പോൾ അത് ഇനി മാളത്തിൽ ഒളിക്കാതെ ഇനിയുള്ള സമയങ്ങൾ കൂടുതൽ തളരാതെ മുന്നേറുവാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരു ഓരോട്ട് എനിക്ക് തന്ന ആ ഓരോട്ട് പോലും ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളെത്ര ഹാപ്പിയായി നിന്നാലും ചില ചിന്തകൾ നമ്മളെ ചിലപ്പോൾ ഭൂമിയോളം താഴ്ത്തിക്കളയും. ചിലപ്പോൾ നമുക്ക് പൊങ്ങാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു വോട്ട് തന്ന വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ആ വ്യക്തിയോട് ഞാൻ ഇന്ന് നന്ദിയും കടപ്പാടും എൻ്റെ പ്രാർത്ഥനയും അയാളോടൊപ്പം ഉണ്ടാകും. അതാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വാർഡിൽ 1 മാസം മുമ്പേ പ്രചാരണം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും 2 തവണ കയറി 10-15 മിനിറ്റോളം ഇരുന്ന് സംസാരിച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ച് ഏകദേശം ഒരു വിജയപ്രതീക്ഷ ഉറപ്പിച്ച ഒരു വാർഡാണ്. ആ വാർഡിൽ ഫലം അവസാനം വരുമ്പോൾ അത് ഒരു വോട്ട് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തു ആദ്യം വിളിച്ചു പറഞ്ഞ ആൾ കളിപ്പിക്കാൻ പറഞ്ഞാണെന്നുള്ളൊരു തോന്നലാണ് വന്നത്. ഏകദേശം ഒരു 300 വോട്ട് കിട്ടി ജയിക്കും എന്നുള്ള ഒരു കണക്കൂട്ടിൽ തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇൻ കേസ് ഒരു വലിയൊരു അട്ടിമറി നടന്നാൽ ഒരു 200 വോട്ട് നേടി നമുക്ക് അവിടെ ഒരു മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാമെന്നുള്ള കണക്കൂട്ടിൽ തന്നെയാണ് പോയത്. പക്ഷേ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ 1-2 വ്യക്തികളിൽ നിന്ന് മാത്രമേ നമുക്ക് വോട്ട് കിട്ടത്തില്ല എന്ന് അവരെന്നോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം വളരെ സന്തോഷത്തോടും വളരെയധികം കോൺഫിഡൻസ് തരുന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അതെല്ലാം ഞാൻ മനസ്സാവാദ്യം അങ്ങ് വിശ്വസിച്ചു. അതാണ്. പിന്നെ ഈ വോട്ട് കിട്ടിക്കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഒരു വോട്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നെ ഞാൻ ആദ്യം ചിന്തിച്ചത് മനുഷ്യരുടെ ഓരോരോ രൂപങ്ങളും ആ ഭാവങ്ങളും
ഓരോരുത്തരും എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കിയപ്പം ഇങ്ങനെയൊക്കെ മനുഷ്യർ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അവർ ഈ മാനുഷിക മൂല്യങ്ങളും മനുഷ്യനേക്കാളും ഉപരി പാർട്ടിയെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ചില പ്രത്യേക ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ വന്നു. അത് എനിക്ക് അതുകൊണ്ട് വലിയ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അതൊക്കെ പാർട്ടിയൊക്കെ അടകടഞ്ഞ് വിശ്വസിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ഞാൻ സത്യം പറഞ്ഞ എല്ലാ മതവിഭാഗങ്ങളെയും, എല്ലാ ജാതി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോയി ജയിക്കണമെന്നുള്ളൊരു കണക്കൂട്ടലിൽ തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാനുള്ളൊരവസരം ചോദിച്ചാൽ കിട്ടിയേനെ. പക്ഷേ എല്ലാ ആൾക്കാരെയും ഒരുപോലെ കൊണ്ടു നടക്കണം, അവരെ ഒരുപോലെ സ്നേഹിക്കണം, അവർക്ക് വേണ്ട സേവനങ്ങൾ ഒരുപോലെ നൽകണമെന്നുള്ള കണക്കൂട്ടിൽ തന്നെയാണ് ഞാൻ അവിടെ പോയി മത്സരിച്ചത്. അപ്പോൾ ജനങ്ങൾക്ക്, നമ്മൾ പ്രതീക്ഷിച്ച ജനങ്ങളെന്ന് പറയുമ്പോൾ തോളെ കയറ്റി നടക്കുന്ന 10-15 പേരുണ്ട്, എല്ലാ ദിവസവും കാണുന്ന 10-15 പേരുണ്ട്. അപ്പം അധികം പരിചയമില്ലാത്ത വാർഡൊന്നും അല്ല. അപ്പം ജനങ്ങളെ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കൊരു ചാപ്പലുണ്ട്, ആ ചാപ്പലിൽ വരുന്ന 10-15 പേരുണ്ട്. പിന്നെ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെ പരിചയം വെച്ച് തന്നെ കിട്ടുവാണെങ്കിൽ ഏകദേശം ഒരു നല്ലൊരു രീതിയിൽ 10-100 വോട്ടെങ്കിലും പിടിക്കാം. നമ്മളുടെ ഇടപെടൽ വെച്ച് നമ്മളെ ഒരാൾക്ക് ദോഷം ചെയ്യുന്ന കാര്യത്തിലല്ല ഇടപെട്ടുകൊണ്ടിരുന്നത്, അവരോട് കൊച്ചിലെ മുതലേ നമ്മൾ സ്നേഹത്തോടെ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങോട്ട് കാണുമെന്നുള്ളൊരു കണക്കുകളിൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു പരിധി വരെ കിട്ടിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നുള്ളത്, അവസാന നിമിഷങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ സംഘം ചേർന്ന് അവർ ഈ പറയുന്ന വോട്ടേഴ്സിനെ സമീപിച്ച് പല രീതിയിലുള്ള സാമ്പത്തികമാണോ അങ്ങനെ പല രീതിയിലുള്ള നമ്മളെക്കുറിച്ച് ചിലപ്പം അതിഭീകരമായ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് പരത്തിയതായിട്ട് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളെക്കുറിച്ച് ഒത്തിരി അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ അവരുടെ ഡ്യൂട്ടി. നമ്മൾ ആ രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു രാഷ്ട്രീയ നേതാവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള കൂട്ടത്തിലല്ല. അപ്പം അവർക്ക് ചെയ്യട്ടെ എന്നുള്ള ഒരു കണക്കൂട്ടൽ എനിക്കുണ്ടായിരുന്നു. ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചില ആൾക്കാരോട് വോട്ട് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. കാരണം നമ്മളെ അത്രയ്ക്ക് അടുത്ത ആൾക്കാരാണ്. അവരോട് വോട്ട് ചോദിക്കുന്നത് നമ്മളിപ്പം അവരെ കളിയാക്കുന്നതിന് തുല്യമാണ്. അവർക്കെന്നെ ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്യുന്നില്ലെന്ന് അവർക്ക് തോന്നുമോ എന്ന് വെച്ച് ഞാൻ ചില എന്തുകൊണ്ട് ചെയ്തേക്കണേന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ളവർ പോലും വോട്ട് തന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വാർഡ്, പിന്നെ ചില ആൾക്കാരുടെ പ്രകടനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇപ്പോഴും ആലോചിക്കും, അവരുടെ ഓരോ വർത്തമാനങ്ങൾ കണ്ടേ തരിച്ചു നിന്ന് പോയിട്ടുണ്ട്. ഞാൻ ഒരു വ്യക്തിയെ പോകുന്ന വഴിക്ക് പുള്ളിയെ വിളിച്ച് പറഞ്ഞു, അച്ഛാ കാണാൻ പറ്റിയില്ല, വീട് എവിടെയാണെന്ന് അറിയത്തില്ല, എനിക്ക് വോട്ട് ചെയ്യണം. ഒരു ഓട്ടോ സ്റ്റാൻഡിലെ വ്യക്തിയാണ്, ഓട്ടോ ഓടിക്കുന്ന വ്യക്തി. അപ്പം പുള്ളിയുടെ പ്രകടനം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പുള്ളി പറഞ്ഞു, മോനെ ഞങ്ങൾ ഗവിക്ക് പോകാനിരിക്കുമായിരുന്നു അന്ന്, ഞങ്ങൾ കോൺഗ്രസ്സിന് കൊടുക്കണം, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി മടുത്തു. അപ്പോഴാണ് ഏതെങ്കിലും ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കും. അവർ 2-3 പേര് ചേർന്ന് ഒരു മനുഷ്യനെ കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടായോ? ഈ ഇലക്ഷൻ വന്നപ്പോൾ 3 വോട്ട് കിട്ടിയായിരുന്നു ഞാൻ അവർ തന്നതേ വിചാരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഒരു അമ്മ പറയാം, മോനെ നിനക്ക് വേണ്ടി ഞാൻ വോട്ട് ഇറങ്ങുന്നുണ്ട്, ഒരു മടത്തിൽ പോയി 25 വോട്ട്. ഞങ്ങൾ പണ്ട് മുരിപ്പിന് ഞങ്ങളുടെ ഫാദർ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. ആ കിണറ്റിൽ നിന്ന് കുറേ ആൾക്കാർ വെള്ളം വർഷങ്ങളായിട്ട് എടുക്കുന്നുണ്ട്, 10-100 വീട്ടുകാരെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കിണറ്റിൽ നിന്ന് എടുത്തപ്പോൾ അവിടുത്തെ ഒരു അമ്മാമ്മ എന്നോട് പറയാം, മോനെ ഷമേൽച്ചാൻ്റെ കിണറ്റിൽ നിന്നാണ് ഞങ്ങളിവിടെ വന്ന് അന്നോട്ട് വെള്ളം കോരുന്നത്, ആ നന്ദി ഞാൻ കാണിക്കാതിരിക്കത്തില്ല. അപ്പോൾ ഞാനൊരു 10-25 വോട്ട് മടത്തിൽ പോയി കരഞ്ഞു പിടിച്ച് മേടിച്ചു. ഞങ്ങളുടെയും 3-4 വോട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കൂട്ടി മടത്തിൽ 25 ഞാൻ ഒരു 5 വോട്ടേ കൂട്ടിയുള്ളൂ. ബാക്കി അമ്മാമ്മയുടെ 4 കൂട്ടി. ഞാൻ പ്രതീക്ഷിച്ച ഒരു വോട്ടൊന്നുമല്ല, ഞാൻ 300 വോട്ട് പ്രതീക്ഷിച്ച് ഇറങ്ങിയ ഒരു മത്സരമാണ്. അവിടെ ഓരോ വോട്ട് വരുമെങ്കിൽ എങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനെ ചലിപ്പിക്കാമെന്ന് രാഷ്ട്രീയ പാർട്ടികളിലും സംഘടിതമായി നിന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എനിക്കിതിനെക്കുറിച്ച് ഇത്ര വലിയ അറിവില്ല. രാഷ്ട്രീയം എന്നുള്ള മേഖലകളിൽ അവസാന നിമിഷങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒരു വോട്ട് അതാരുടേത് കണ്ടുപിടിക്കും? ഒരു വോട്ട് എനിക്ക് നോമിനേറ്റ് ചെയ്ത ആ വ്യക്തിയാണെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ പുള്ളിയും പറയുന്നത് ഞാൻ പറയത്തില്ലെന്ന് ആണ് പുള്ളി പറയുന്നത്.
അപ്പം ഒരുപാട് പേര് പറഞ്ഞു കാണും ഒരു വോട്ട് ഞാൻ തന്നെ ചെയ്താന്ന് ഇപ്പൊ ഒത്തിരി പേര് വന്ന് പറഞ്ഞു പറയാം. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ ഈ ചിത്രത്തിൽ ഇല്ലാത്തതുകൊണ്ട് ആരും അങ്ങനെ നമ്മളോട് ഇനി വിളിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ആദ്യമായിട്ടാണ് മത്സരത്തിന് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അതപ്പോ അങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ കാരണം ചെറിയൊരു രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ചേർന്ന് ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ 2 വർഷമായിട്ട് NCP ആറന്മുള നിയോജക മണ്ഡലം പ്രസിഡൻ്റൊക്കെ ആയിരുന്നു NCP. അപ്പം NCP എന്നൊരു പാർട്ടിയുടെ ലേബൽ വെച്ച് നമുക്ക് ചെന്ന് വോട്ട് ചോദിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ലായിരുന്നു അവിടെ. പിന്നെ LDFൻ്റെ ഒരു ഘടകകക്ഷിയായിട്ട് മത്സരിക്കാൻ ഉള്ള ഒരു സാമ്പത്തികവും സാമൂഹികമായ ചുറ്റുപാടും നമുക്ക് നിലവിലില്ലായിരുന്നു. പിന്നെ സ്വതന്ത്രമായിട്ട് വോട്ട് ചോദിച്ചാൽ കിട്ടിയ വോട്ടുകൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വിജയപ്രതീക്ഷ വന്നു. പക്ഷേ അത് ഇത്ര ഭീകരമാകുമെന്ന് അറിഞ്ഞില്ല. ഒറ്റ വോട്ടും കൊണ്ട് വൈറലായിട്ടുണ്ട്. വൈറലായത് നമ്മുടെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. പുള്ളി ഒരു ദിവസം മുമ്പ് എന്നെ കണ്ടായിരുന്നു. അപ്പം സോണിച്ച എങ്ങനെയുണ്ട് അവിടെ? ഞാൻ പറഞ്ഞ അളിയ അവസാന വിഷയം സംഘം ചേർന്നുള്ള ഒരു വോട്ട് രീതിയാണ് അവിടെ നടന്നത്. നമുക്കൊരു ചാൻസ് കുറവുണ്ട്. ഇല്ല ചാച്ചാൻ ജയിക്കത്തേ ഉള്ളൂ. കാരണം അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞു. അപ്പോൾ പുള്ളി 2 ദിവസമായിട്ട് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞ് ഞാൻ ജയിക്കുമെന്ന് അളിയന് പറയാൻ കാര്യം എന്തോ വെച്ചാൽ പല ആൾക്കാർ പറയുന്നുണ്ട് വെച്ചാൽ അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ചർച്ച നടത്തി. ഇപ്പോൾ പുള്ളിയുടെ കൂട്ടുകാരുമായിട്ട് ചർച്ച നടത്തി. അങ്ങനെ പുള്ളി ഇങ്ങനെ സംഭവം അറിഞ്ഞപ്പോൾ എന്നെ രാവിലെ വിളിച്ചു. അങ്ങനെ പുള്ളിയോട് നമുക്ക് ഒരു വോട്ടെന്ന് പറഞ്ഞാൽ ഇത് ഏതായാലും എല്ലാവരും അറിയും, ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അന്നേരം ഞാൻ പുള്ളിയോട് അങ്ങ് തുറന്ന് സമ്മതിച്ചു കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ചു. പിന്നെ ഇനി ധീരമായിട്ട് നേരിടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനെ ഇനിയും വെച്ചോണ്ടിരുന്നേ, കാരണം നമ്മുടെ കുഴപ്പമല്ല, ജനങ്ങൾ നമുക്ക് വോട്ട് തന്നില്ല, അത് ജനങ്ങളുടെ കൂടെ കുറ്റമുണ്ട്. പിന്നെ നമ്മൾ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് അവിടെ കഴിവ് തെളിയിക്കാൻ ആഗ്രഹിച്ചു. അതിന് മുമ്പ് കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ മുമ്പ് നിന്ന കൗൺസിലർ പല മേഖലകളിലും എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാവുന്ന ജനങ്ങളോട് ഏറ്റു. പക്ഷേ മത്സരം വരുമ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്നുള്ള ഒരു ലെവലിലോട്ട് മാറും. അപ്പം പുള്ളിയുടെ ഒരു സുഹൃത്തിനെ കേൾപ്പിക്കാൻ വേണ്ടി മെസ്സേജ് ഇട്ടു വാട്സപ്പിൽ. ആ പുള്ളി അത് പലരെയും കേൾപ്പിച്ച് അങ്ങനെ ഇത് പുള്ളി പറഞ്ഞ് പുള്ളിയല്ല ഇതിട്ടത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെയാണിത്. സുഹൃത്തുക്കളൊക്കെ എന്ത് പറഞ്ഞു റിസൾട്ട് വന്നപ്പം ഞാൻ സത്യം പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഒന്നും അധികം കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ അധികം കണ്ടില്ല. സാമ്പത്തിക ചെലവൊക്കെ ഉണ്ടായിരുന്നു. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഒരു 10-12 ബോർഡ് വെച്ചു. പിന്നെ എല്ലാ വീട്ടിലും കയറി കാർഡ് കൊടുത്തു. അതേ ഉള്ളൂ അതിൻ്റെ ഒരു സാമ്പത്തികം. അതുപോലെ 10-15 രൂപയുടെ ചിലവേ വന്നുള്ളൂ എല്ലാം കൂടെ. 15 രൂപയുടെ. ഇനിയും മത്സരിക്കാൻ സാധ്യതയുണ്ടോ? ഇനി മത്സരത്തിനെ കുറിച്ച് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും. നന്നായിട്ട് ആലോചിക്കണം. അവരെന്ന് പറഞ്ഞാൽ ശരിക്കും ആലോചിച്ചിട്ട് ഇവത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംവിധാനമല്ലിത്. ആ ഒരു രീതിയിലോട്ട് ഏതായാലും അങ്ങനെ ഒരു വോട്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സ് പതറിയില്ല, വിഷമത്തോടെ ഇരുന്നില്ല. മനസ്സ് പതറാന് പിന്നെ നമുക്ക് നമ്മളെ ഉള്ളെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. മറ്റുള്ളവരെ നമ്മളെ താങ്ങണമായിരുന്നെങ്കിൽ ഇവിടെ 2 പേരേലും തന്നേനെ, മനസ്സിലായോ? അപ്പം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അപ്പം അത് വിജയപരാജയം ഇതിന് അത് നമ്മൾ അത് ദൈവം ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു താങ്ങ് തരുമല്ലോ. അതാണ് ഇപ്പോൾ ഈ ചാനലിലും നമ്മളെ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ ഏതെങ്കിലും ജീവിതത്തിൽ നമ്മളെ താങ്ങി നിർത്താൻ ഒരു ശക്തി ഉണ്ടല്ലോ. അപ്പോൾ ആ ശക്തി നമ്മളെ താങ്ങി നിർത്തും. അതായിരിക്കാം ഒരു പക്ഷേ ആ ശക്തിയിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. അതുമായിരിക്കാം ചിലപ്പം ഈ രീതിയിലൊരു വൈറലായത്. അറിയപ്പെട്ടു. സ്വന്തം കടയുടെ മൊബൈലും സ്ഥാപനമാണ്, അവിടുത്തെ ചിഹ്നം തന്നെയാണ് ഉപയോഗിച്ചത്. മൊബൈലിന്റെ ചിഹ്നം തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പൊ എങ്ങനെയാലും ആർക്കെങ്കിലും ഒരു പ്രേരണം ഉണ്ടാകും, കടയ്ക്കായാലും ഒരു പ്രേരണം ഉണ്ടാകും. ഏതായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിരവധി സ്ഥാനാർത്ഥികളാണ് പരാജയപ്പെട്ടത്. ഈ ലോകം എന്നുള്ളത് അത് വിജയിച്ചവർക്ക് മാത്രമുള്ളതല്ല, പരാജിതർക്കും കൂടി ഉള്ളതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരാജയപ്പെട്ട ഒരു വോട്ട് മാത്രമാണ് ലഭിച്ചതെങ്കിലും മനസാന്നിധ്യത്തോടെ ഒരു ശക്തി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ധീരമായി തന്നെ മുന്നേറുക എന്നുള്ളതാണ് ഇപ്പോൾ സോണി സാമുവൽ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി.